ഇപ്പോ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ ഡോക്ടർ? പ്രോബ്ലം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ പ്ലാസ്മ മാറ്റി കൊടുക്കേണ്ടി വരും. അതിനുള്ള ആളെ കണ്ടുപിടിച്ചോണം. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാ. ഭർത്താവിനെ എത്രയും നന്നായി പരിചരിക്കുന്നോ അത്രയും വേഗം ഇദ്ദേഹം സാധാരണ നിലയിലേക്ക് വരും. മരുന്ന് മാത്രം പോരാ, നല്ല കെയറിംഗ് ആണ് വേണ്ടത്. അതെല്ലാം ഞാൻ ഏറ്റു ഡോക്ടർ. ആ. എന്റെ നന്ദേട്ടന് വേണ്ടി എത്ര കഷ്ടപ്പെടാൻ എനിക്ക് ഒരു മടിയില്ല. എന്റെ നന്ദേട്ടനെ തിരിച്ചു കിട്ടാൻ ഞാൻ ഏതെല്ലാം ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നറിയോ? നന്ദേട്ടന്റെ കാര്യങ്ങളെല്ലാം ഇനി ഞാൻ തന്നെ നോക്കും. വെരി ഗുഡ്. നിങ്ങളെപ്പോലൊരു വൈഫ് ഉണ്ടെങ്കിൽ നന്ദൻ പെട്ടെന്ന് തന്നെ ലൈഫിലേക്ക് മടങ്ങി വരും. നാളെ ഒരു സ്കാനിങ് കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം തീരുമാനിക്കാം. ശരി ഡോക്ടർ. ശരി. മോളെ, നിന്നോട് എന്തു പറയണമെന്ന് അച്ഛൻ അറിയില്ല. എന്റെ മോന്റെ ജീവിതം ഇനി നിന്റെ കയ്യില. അച്ഛൻ എന്നോടൊന്നും പറയണ്ട. ഭർത്താവിനൊരു അപകടം വരുമ്പോ കൂടെ ഇരിക്കേണ്ടതും പരിചരിക്കേണ്ടതും ഭാര്യയുടെ കടമയാ. സത്യത്തിൽ നന്ദേട്ടനെ സ്നേഹിക്കാനുള്ള ഒരു അവസരം ഇതുവരെ നന്ദേട്ടൻ എനിക്ക് തന്നിട്ടില്ല. ഇപ്പോഴെങ്കിലും എനിക്കിതിനുള്ളൊരു അവസരം കിട്ടിയല്ലോ. എന്റെ നന്ദേട്ടനെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. എന്റെ ലോകം ഇനി നന്ദേട്ടൻ മാത്രം. അത് കേട്ടാ മതി മോളെ. ഞങ്ങൾ പുറത്തിരിക്കാം. സന്ദീപേ, വാ.